എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതവും. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ ജീവിതം നയിക്കേണ്ടി വരുമ്പോൾ അവയെ നേരിടുന്നതിൽ നിന്നും നമ്മളെയൊക്കെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഈശ്വര, ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യം. എന്നാൽ സ്വന്തം പരിമിതികൾക്ക് മുന്നിൽ ഒരിക്കലും പതറാതെ ജീവിത യുദ്ധത്തിൽ വിജയിച്ചു മുന്നേറുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. തങ്ങളുടെ കഴിവുകൾക്ക് സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കുക മാത്രമല്ല, അതിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നു ഇവർ. അത്തരത്തിലുള്ള ഒരാളെയാണ് ഇന്ന് സൈഡ് ലൈറ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കപ്പോൾ ഇന്നൊരു വിശിഷ്ട അതിഥിയെ പരിചയപ്പെടാം. നമ്മുടെ കൂടെ ഉള്ളത് ദിവ്യ അല്ലേ? വെരി ഗുഡ്. ദിവ്യ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ദിവ്യ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു ഇല്ലേ? തൃപ്പൂണിത്തുറ RLV കോളേജിൽ അല്ലേ? ഭരതനാട്യം, അരങ്ങേറ്റം കഴിഞ്ഞു. ഓക്കെ. എത്ര വർഷമായിട്ട് ദിവ്യ ഡാൻസ് പഠിക്കുന്നു? ചെറുപ്പത്തിലെ ഡാൻസ് ഇഷ്ടമാണ്? ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഇനി എന്താണ് അപ്പൊ ആഗ്രഹം ദിവ്യക്ക്? വലിയൊരു ഡാൻസർ ആവണം. വളരെ നല്ല കാര്യം. ദിവ്യ തനിയെ എല്ലാം ഡാൻസ് കളിക്കുമോ? സിംഗിൾ ഡാൻസ് എല്ലാം കളിക്കുമോ? ഒറ്റയ്ക്കാ കളിക്കണത്? ഓക്കെ. എന്താണ് ഡാൻസ് ഇഷ്ടമാകാൻ കാരണം? എന്താ ദിവ്യക്ക്? ഒരുപാട് ഇഷ്ടമാണ്. വേറെ ദിവ്യക്ക് ഡാൻസ് അല്ലാതെ വേറെ എന്തെല്ലാം ഇഷ്ടം? ആ, പാട്ട് പാടുവോ? ഒരു പാട്ട് പാടാമോ ഞങ്ങൾക്ക് വേണ്ടി? പാടൂ. മാടി വിളിക്കുന്നെ വണദൂൾക്ക പാടുന്നു നാണെന്ന് കാടാപുരരിലെത്തി മാടി വിളിക്കുന്നെ വണദൂ. വെരി ഗുഡ്. ദിവ്യ മിടുക്കിയായിട്ട് പാടി. അപ്പൊ ദിവ്യ എത്ര വേദികളിൽ ഇതുവരെ ഡാൻസ് ഒക്കെ അവതരിപ്പിച്ചു? എല്ലാവരും 100 സ്ഥലത്തൊക്കെ കളിച്ചിട്ടുണ്ടോ ഇതുവരെ? കളിച്ചിട്ടുണ്ട് അല്ലേ? അതുകൂടാണ്ട് ദിവ്യയുടെ പേരിൽ ഒരു റെക്കോർഡും ഉണ്ട് അല്ലേ? ഒരു റെക്കോർഡും ഉണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ദിവ്യക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് റെക്കോർഡ് കിട്ടിയത്? ഞാൻ ഒറ്റയ്ക്ക് 8 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പാനാട്ട കച്ചിൽ അവതരിപ്പിക്കുകയും അതിലൂടെ 2010 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇടം നേടുകയും ചെയ്തു. കൂടാതെ വനിതാ വകുപ്പിന്റെ ഉജ്ജ്വല ബാലൻ പുരസ്കാരത്തിന്റെ ജേതാവാണ് ഞാൻ. അതോടൊപ്പം പ്രതിഭ മലപ്പട്ടം കിട്ടിയ ജേതാവാണ്. പല ടിവിയിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. 7 TV ഗവൺമെന്റ് ഉന്നത്തിനും, അതുപോലെ കുറ്റിംഗ് ടിവിയിലും, വേടൊരു വേട്, ജനം TV, ന്യൂസ്, രാജന്യൂസ് മലയാളം, നീതി അവാർഡ്, അമൃത ദിവ എന്ന പല ടിവിയിലും ഞാൻ വന്നിട്ടുണ്ട്. വെരി ഗുഡ്. അടിപൊളിയാണല്ലോ ദിവ്യ. ദിവ്യ ഒരു സ്റ്റാർ ആണല്ലേ? അതെ അതെ. ഇനിയും വലിയ സ്റ്റാർ ആവണം കേട്ടോ ദിവ്യ. ജഗന്മോഹനേ കൃഷ്ണ എവിടെയാണ് ദിവ്യയുടെ വീട്? എന്റെ വീട് നോർത്ത് പറവൂർ, എറണാകുളം ജില്ലയിലല്ലേ? ഓക്കെ. ആരൊക്കെ ഉണ്ട് ദിവ്യയുടെ വീട്ടില്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി. ഓക്കെ. ആരാ? അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് ശങ്കർ. അമ്മയുടെ പേര്? രാജേശ്വരി. അപ്പൊ ഈ ഡാൻസ് പഠിക്കാനായിട്ട് അല്ല ഡാൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദിവ്യനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ വീട്ടില്? എല്ലാരും പ്രോത്സാഹിപ്പിക്കും അല്ലേ? അപ്പൊ ദിവ്യക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതല്ലാതെ വേറെ പല അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ വേറെ എന്തൊക്കെയോ കൂടെ ദിവ്യക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു. എന്താണത്? തിരുവനന്തപുരത്ത് വെച്ച് അനുരാധാരിതം പരിപാടിക്ക് എന്നെ ഉണ്ടായിരുന്നു. 4 ദിവസത്തോടെ
ഒരുപാട് പേര് വന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. അതെ, മന്ത്രി തോറ്റ ആൾ പിന്നുവേണ്ടി കൂടെ ഡാൻസ് കളിച്ചു. എക്സലന്റ്, നല്ല കാര്യം. വളരെയധികം അഭിനന്ദനങ്ങൾ. അപ്പൊ ഈ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിങ്ങനെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ കൂടാതെ വേറെ എന്തെങ്കിലും ഇപ്പൊ മോഡേൺ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ഇതൊക്കെ ദിവ്യക്ക് ഇഷ്ടമാണോ? ഇതെങ്ങനെ പഠിക്കും? ഇതാര് പഠിപ്പിക്കും? എങ്ങനെ? യൂട്യൂബിൽ നോക്കി ഞാൻ തന്നെ കോറിയോഗ്രാഫി ചെയ്ത് ഞാൻ തന്നെ കളിക്കും. ഓ, അത് വലിയൊരു കാര്യമാണല്ലോ. തന്നെ യൂട്യൂബ് നോക്കി പഠിക്കും. അങ്ങനെ കൊറിയോഗ്രാഫി തന്നെ ചെയ്ത ഏതെങ്കിലും ഒരു ഡാൻസ് ഉണ്ടോ? അങ്ങനെ ഡാൻസ് കളിക്കാൻ അറിയാമോ? അറിയാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇതിന് ശേഷം ഒന്ന് കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ ദിവ്യയുടെ വീട്ടിൽ ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ്. എങ്ങനെ ദിവ്യക്ക് കലാവാസന കിട്ടി? അച്ഛനൊരു മിടുക്കാണ്, ചേട്ടൻ തെക്ക് യൂട്യൂബിലാണ്, ഒരു ഗായകൻ കൂടിയാണ്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെയാണ് ദിവ്യക്ക് കലാവാസന കിട്ടിയത് അല്ലേ? അതെ. ശരി. അപ്പൊ എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും ഞങ്ങളുടെ. ഇനിയും ഒരുപാട് ഡാൻസ് പഠിക്കണം, നല്ല ഡാൻസ് പഠിച്ച് നിറയെ കുട്ടികളെ പഠിപ്പിക്കണം, നല്ല കുറെ വേദികളിലെ പരിപാടികൾ അവതരിപ്പിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ദിവ്യ. വെല്ലുവിളികൾ യാഥാർത്ഥ്യങ്ങളാണ്, എന്നാൽ പരിമിതികളാവട്ടെ പലപ്പോഴും നാം സ്വയമേവ നിർവചിക്കുന്നത്. ഇനി അങ്ങനെ അല്ലാത്തവയാണെങ്കിൽ കൂടി നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും സർവോപരി ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ അവയെ നിഷ്പ്രയാസം തരണം ചെയ്യാമെന്നതാണ് ദിവ്യയുടെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം. സൈഡ് ലൈറ്റ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? മാത്രമല്ല, ചാനലിൽ കാണിച്ചിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനി ഇത്തരം വീഡിയോകൾ വരുന്നതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളെ കാണാം. ബൈ.